ഈ മെൻസസ് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിന് പറയുന്ന പേരാണ് പെരിമിനോപോസ് എന്ന് പറയും. ഈ മിനോപോസിലെ ഹോർമോൺ ചേഞ്ച് കാരണം ഒരുപാട് ഉത്കണ്ഠയൊക്കെ സ്ത്രീകളിൽ കാണാറുണ്ട്. അപ്പോൾ ഈ ഉത്കണ്ഠയെ എങ്ങനെ അവർക്ക് മറികടക്കാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് തോട്ട്സ് ഉണ്ടാവും, ചിന്തകളുണ്ടാവും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വിരഹിച്ച് അവസാനം മുഴുവനും അങ്ങ് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ എങ്ങനെ എന്തൊക്കെ ചിന്തകളാണ് ഉദിക്കുന്നത് എന്നുള്ളത് ഒന്ന് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ്. ഉത്കണ്ഠ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ടാപ്പിംഗ് തെറാപ്പി എന്ന് പറയും. നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊരു പോസിറ്റീവ് അഫർമേഷനൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഈ കാര്യങ്ങളെ ടാപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ടാപ്പ് ചെയ്യേണ്ട പല ലൊക്കേഷൻസ് ഉണ്ട്. ഒന്ന് തലൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ടാപ്പ് ചെയ്യാം, ഇവിടെ ഈ ക്ലാവിക്കിൾ ബോണ്ട് ഇവിടെ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? നിങ്ങളെ ആങ്സൈറ്റിയെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. ആങ്സൈറ്റി നിങ്ങൾക്ക് ഉള്ളതായിട്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പുതിയൊരു ചിന്ത നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ ടാപ്പ് ചെയ്ത് കളയുന്നതായിട്ട് നിങ്ങൾക്ക്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് എന്നാണ്. ഈ നിമിഷത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളത്. നിങ്ങളുടെ തലയിലുള്ള ചിന്തകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ നിമിഷത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ഇൻസൈറ്റ്, ഇന്നർ ഐനെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പോഴും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഈ ആങ്സൈറ്റി കുറക്കാൻ പറ്റും. തീർച്ചയായിട്ടും ആങ്സൈറ്റി ലഘൂകരിക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായി ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഉറക്കം കഴിഞ്ഞ് ഇങ്ങനെ ഫോണൊന്നും കുത്തിയിരുന്ന് തോണ്ടി നിൽക്കണ്ട, ഉറങ്ങാൻ വേണ്ടി. പിന്നെ ചില ഹെർബൽ പ്രൊഡക്ട്സൊക്കെ ഉപയോഗിക്കുക. അശ്വഗന്ധ, വലേറിയൻ ഹെർബ്സ്, അങ്ങനത്തെ പല കാര്യങ്ങൾ. പിന്നെ നല്ലൊരു സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തെ ജിമ്മിലൊക്കെ പോയിട്ടൊക്കെ നല്ലൊരു സോഷ്യൽ നെറ്റ്വർക്ക് സ്ത്രീകൾക്കിടയിലുണ്ട്. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ബി ഹെൽത്തി.